എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഈ ഭവനത്തിൽ പാർത്ത ദൈവത്തെ സേവിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് സഹകരിക്കുവാൻ ദൈവം നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ തുടർമാനമായി LBCയോടുള്ള ബന്ധത്തിൽ വിവിധ യോഗങ്ങളിൽ ഒരുമിച്ച് ശുശ്രൂഷിക്കുവാനും സഹകരിക്കുവാനുമുള്ള സാവകാശം ദൈവം തന്നു. ഒരു കൂട്ടായ്മയ്ക്ക് കൂടെ കർത്താവ് നൽകിയ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി തുടർന്നുള്ള സമയം ഒരല്പനേരം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കേണ്ടതിന് മത്തായി സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾക്ക് വായിക്കും. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയുടെ അരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെ നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള കേൾവിയുള്ള ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രധാനമായും തൻ്റെ തട്ടകമായി, തൻ്റെ മണ്ഡലമായി യേശു തെരഞ്ഞെടുത്ത സ്ഥലം ഗലീലയാണ്. മറ്റ് പല സ്ഥലങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ പരിധിയിൽ പെടുമെങ്കിലും ഗലീലയുമായി യേശുവിനുണ്ടായിരുന്ന ബന്ധം 4 സുവിശേഷങ്ങളിൽ ശ്രദ്ധേയമാണ്. ശിഷ്യന്മാരും ഗലീലക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഗലീലയ്ക്ക് സ്വർഗത്തിൽ പോലും അഡ്രസ് ഉണ്ടായിരുന്നു. കാരണം യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്, ശിഷ്യന്മാരുടെ കണ്ണുകൾക്ക് യേശു മറയുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ, അവരുടെ അരുമനാഥൻ അവരിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് അവർ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ, നിർനിമേഷരായി അവർ നിൽക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ ശിഷ്യന്മാരെ വിളിച്ചത് നമുക്കറിയാം. അല്ലയോ ഗലീല പുരുഷന്മാരെ. അപ്പോ യേശുവിന്റെ ശിഷ്യന്മാരെ ആ നാടിന്റെ പേരിൽ അഭിസംബോധന ചെയ്യുകയാണ് ദൂതൻ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ ഗലീല പുരുഷന്മാരെ എന്ന് വിളിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോലും ഗലീല പ്രസിദ്ധമാണ്. ഞാൻ ഓർത്തുപോയി, ഇന്ന് ഈ ഭാഗം ഉച്ച കഴിഞ്ഞ് കുറച്ചു നേരം ധ്യാനിച്ചപ്പം നമ്മുടെയൊക്കെ ഇടയിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ
സ്റ്റേജിലിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് അവർക്കൊക്കെ വന്ദനം പറഞ്ഞില്ലെങ്കിൽ അവർ പിന്നെ അടുത്ത മീറ്റിംഗ് വരത്തില്ല. അതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയ അപജയങ്ങളാണെന്ന് ഞാൻ പറയും. അതിനൊക്കെ ഇത് വേദപുസ്തകം കണ്ടുപിടിക്കണം. ഒറ്റ ഒരു നാടിന്റെ പേരിൽ, അല്ലയോ ഗലീല പുരുഷന്മാരെ, നമ്മുടെയൊക്കെ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ അല്ലയോ കർത്താവിൽ ബഹുമാനിയായ പത്രോസേ, കർത്താവിൽ പ്രസിദ്ധനായ യാക്കോബേ, അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ആവശ്യമില്ല. അത്രയും സമയം നമുക്ക് നമ്മളുടെ പ്രോഗ്രാം കുറച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗലീല അത്രയ്ക്കും പ്രസിദ്ധമായ സ്ഥലമാണ്. യേശു ശമരിയ സന്ദർശിച്ചിട്ടുണ്ട്, യഹൂദിയ സന്ദർശിച്ചിട്ടുണ്ട്, കഫർനഹൂം സന്ദർശിച്ചിട്ടുണ്ട്, ബഥാന്യ സന്ദർശിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷ പരിധിയിൽ പെടുന്ന പല സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം യേശു വൻകാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഗലീലയുമായിട്ടാണ് കർത്താവിന് കുറെ കൂടെ അടുപ്പമുണ്ടായിരുന്നത്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടന്നതും ഗലീലയിൽ വെച്ചാണ്, ഗലീലയിലെ കാനാവിൽ വെച്ചാണ്. അപ്പൊ ഈശോ മശിഹ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യെരുശലേം സന്ദർശിച്ച ചില സമയങ്ങളുണ്ട്. യെരുശലേം എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതകേന്ദ്രമാണ്. യഹൂദ മതത്തിന് അഭിമാനിക്കാൻ ഏറെ ഉണ്ടായിരുന്ന ഒന്നാണ് അവരുടെ ആലയം. ആലയത്തിന്റെ ഭംഗിയെക്കുറിച്ച് ശിഷ്യന്മാർ പോലും യേശുവിനെ ഓർപ്പിച്ചിട്ടുണ്ട്. കർത്താവെ നോക്കിക്കേ, നമ്മുടെ ആലയം എത്ര മനോഹരമായിരിക്കും. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളിയിരിക്കുന്ന യെരുശലേം എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും എങ്ങനെയാണോ അതുപോലെയാണ് യഹൂദന്മാർക്ക് യെരുശലേം ദൈവാലയം. അത്രയും പ്രസിദ്ധമാണ്. യേശുവും യഹൂദ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് തന്നെ യഹൂദിയ നിയമങ്ങൾക്ക് യേശു അതീതനായിരുന്നില്ല, വിധേയനായിരുന്നു. യഹൂദന്റെ നിയമങ്ങൾക്ക് യേശു കീഴ്പ്പെട്ടു പോയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് യേശു കരമടച്ചതൊക്കെ, ടാക്സ് അടച്ചതൊക്കെ യേശു യഹൂദന്റെ നിയമങ്ങൾക്ക് വിധേയനായി ജീവിച്ചു എന്നുള്ളത് കൊണ്ട്. യേശു യെരുശലേം പലവട്ടം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം യേശു യെരുശലേം സന്ദർശിച്ചപ്പോൾ വാഹനമൃഗത്തെ ഉപയോഗിച്ച ഭാഗമാണ് നമ്മളിവിടെ ഇന്ന് രാത്രി വായിച്ചത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം, നമ്മൾ കുറച്ച് പേര് കൂടിയ ഒരു കൊച്ചു മീറ്റിംഗ് ആണിത്. ഒരു ശാന്തമായിരുന്ന് ഈ ദൈവവചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഇതിലൂടെ കർത്താവിന് എന്തെങ്കിലും സംസാരിക്കണം എന്ന് കർത്താവിന് തോന്നുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കട്ടെ. അതിനായി നമുക്ക് കാതോർത്തിരിക്കാം. അപ്പൊ യേശു ഒരിക്കൽ മാത്രമേ വാഹനമൃഗം ഉപയോഗിച്ചു. യേശു ഒരിക്കലും തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശുവിന് സ്വന്തമായ ഒരു വാഹനമൃഗം ഉണ്ടായിരുന്നില്ല, സ്വന്തമായൊരു വാഹനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരിക്കൽ യെരുശലേം ദൈവാലയം സന്ദർശിച്ചപ്പോൾ, അതും നമ്മളിവിടെ വായിച്ചത്, യെരുശലേമിനോട് സമീപിച്ചു ഒലിവുമലയരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. ഇവിടെയാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ സശ്രദ്ധം നമ്മൾ വീക്ഷിക്കുമ്പോഴാണ് ഇത് ചിന്തോദ്ദീപകമാണെന്ന് ഉള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. കാരണം യെരുശലേമിനോട് സമീപിച്ചപ്പോഴാണ് യേശു വാഹനം സംഘടിപ്പിക്കാനുള്ള സജ്ജീകരണത്തിലേക്ക് മാറുന്നത്. ഗലീലയിൽ നിന്ന് ആണ് യേശു വരുന്നതെങ്കിൽ
ഗലീലയിൽ നിന്ന് യെരുശലേം വരെ 60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോ ഈ സിംഹദൂരവും ഏറിയ ദൂരവും യേശു നടന്ന് തന്നെ വന്നു. യെരുശലേമിനോട് സമീപിച്ചു. ഇനി അല്പ ദൂരമേ ഉള്ളൂ. യേശു അവിടെ നിന്നു. നാടൻ ഭാഷ പറഞ്ഞാൽ ഇനി വണ്ടി വരാതെ ഞാൻ പോവുകയില്ല. അതാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു വാഹനമില്ലാതെ എനിക്ക് മുമ്പോട്ട് ഞാൻ പോവുകയില്ല. യേശു 2 ശിഷ്യന്മാരെ അയക്കും. ഈ വാചകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏറിയ ദൂരവും നടന്നുപോയ യേശു ഈ അല്പദൂര യാത്രയ്ക്ക് എന്തിനാണ് വാഹനമൃഗത്തെ ഉപയോഗിച്ചത്? അതും 1 അല്ല 2 കഴുതേ. അല്ല, യേശു അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവി, അവിടെ ഒരു പെൺകഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും. അവയെ അഴിച്ചു കൊണ്ടുവരിക. ഈ അല്പദൂര യാത്രയ്ക്ക് യേശു എന്തിനാണ് വാഹനമൃഗത്തെ ഉപയോഗിച്ചത്? അതും യേശുവിന്റെ ശുശ്രൂഷയിൽ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ആദ്യമായോ ആകെ ഒരു പ്രാവശ്യമോ മാത്രം യേശു എന്തിന് ഈ അല്പദൂര യാത്രയിൽ 2 വാഹനമൃഗത്തെ യേശു ഉപയോഗിച്ചു എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. ഞാൻ അവിടേക്ക് വരാം. അവിടേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുടക്കിയ ഒരു ഭാഗം ഈ 2 ശിഷ്യന്മാരെ അയച്ചു എന്നുള്ള ഭാഗമാണ്. എനിക്ക് തോന്നുന്നു LPS കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ എവിടെയോ ശിഷ്യന്മാരെ കുറിച്ചൊരു പരാമർശം ഞാൻ നടത്തിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു വിവരണം ശിഷ്യ സമൂഹത്തെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ ശ്ലീഹ പൗലോസ് നമുക്ക് തരുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. ശരിക്കും പുതിയ നിയമത്തിന്റെ കണക്കനുസരിച്ച് 500-ലധികം വരുന്ന ഒരു ശിഷ്യ സംഘം യേശുവിനുണ്ടായിരുന്നു. അത് 4 സുവിശേഷങ്ങളിൽ നമ്മൾ കാണാത്തതാണ്. പൗലോസ് മാത്രമാണ് അത് സംബന്ധിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇനി സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴോ 70 ശിഷ്യന്മാരെ അവൻ ഈരണ്ടീരണ്ടായി ഗ്രാമങ്ങളിലേക്ക് അയച്ചു. 70. ഇനി ഇതുകൂടാതെ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനുമായി അവൻ 12 പേരെ നിയമിച്ചു. അപ്പൊ ഈ 70-ലുള്ളതല്ല 12. ഇത് സ്പെഷ്യൽ ഗ്രൂപ്പാണ്. അത് ഈ 12 പേരെ തന്നോട് കൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിനയപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ കർത്താവ് തെരഞ്ഞെടുത്തവരെ 12 പേർ. ഇനി ഈ 12 പേരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഈ 12 പേരെ യേശു കൊണ്ടുപോകുന്നില്ല. 3 പേരെ മാത്രമേ യേശു കൊണ്ടുപോകുന്നുള്ളൂ. ഇനി ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ കഴുതയെ അഴിക്കാൻ വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പം 2 പേരെ കർത്താവ് വിടുന്നുള്ളൂ. ഈ 2 പേരെ കർത്താവ് അയച്ച മറ്റൊരു സന്ദർഭം കൂടെ ഉണ്ട്. പെട്ടെന്ന് പറയാമോ? പെട്ടെന്ന് പറയുന്നവർക്ക് യോഗം കഴിയുമ്പോൾ ഒരു സമ്മാനമുണ്ട്. 2 പേരെ മാത്രം യേശു അയച്ച മറ്റൊരു സംഭവമുണ്ട്. എവിടേക്കാണ്, എന്തിനാണെന്ന് പറയാമോ? പെസഹ ഒരുക്കാൻ യേശു മർക്കോസിന്റെ വീട്ടിലേക്ക് വിട്ടത് 2 പേരെയാണ്. ശിഷ്യന്മാരിൽ 2 പേരെയാണ്. ഇനി നിങ്ങൾ ഈ കണക്ക് മൊത്തത്തിൽ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഈ ശിഷ്യന്മാരെ കുറിച്ചുള്ള കണക്ക്, അതിനകത്ത് നല്ലൊരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ ദൈവവചനം ഗ്രഹിക്കാൻ ആഗ്രഹമുള്ള, താല്പര്യമുള്ള കുറച്ച് ദൈവമക്കളാണ് നിങ്ങളെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചോദിക്കുക. ഒന്ന് മനസ്സിൽ ചിന്തിച്ച് 500, പൗലോസ് പറയുന്നു 500ഓളം വരുന്ന ഒരു ശിഷ്യ സമൂഹം യേശുവിനുണ്ട്. അത് കൊരിന്ത്യ ലേഖനത്തിൽ. ഇനി സുവിശേഷങ്ങളിലേക്ക് വരുമ്പം 70, പിന്നെ 12. ഈ 12-ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരം കർത്താവ് 3 പേരെ. പക്ഷെ കഴുതയെ അടിക്കാൻ പോകുമ്പോൾ 12 പേരെയും വിടുന്നില്ല, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ 3 പേരെയും വിടുന്നില്ല, ഒരാളെയും കൂടെ കുറച്ചിട്ട് 2 ആക്കി. ഈ 2-ന്റെ കണക്കിൽ കർത്താവ് കുറച്ചു കാലം നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 12 പേര് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞില്ല.
കാരണം കർത്താവിനറിയാതെ നടക്കുന്ന കാര്യമില്ല. കാരണം അവർ തമ്മിൽ ചേരുന്ന ടീമായിരുന്നില്ല. കാര്യം യേശു 12 പേരെ കൊണ്ടു നടന്നെന്നൊക്കെ പറഞ്ഞാലും ഇവർ ഓരെണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ചേരാതിരിക്കുന്നെങ്കിൽ അതൊന്നും അത്ഭുതമൊന്നുമല്ല. അതൊന്നും, കാരണം യേശുവിന്റെ കാലത്തെ ഈ ചേരാത്ത ഗ്രൂപ്പ് എന്നാരും മൗനമായിട്ടിരിക്കുന്നു, അത് അന്നേ ഉണ്ടെന്ന്. അതുകൊണ്ട് കാരണം ഞാൻ കേട്ടെ, ഇന്നും ഇതിൽ നിന്ന് ഏതാണ്ട് വ്യത്യാസമുണ്ട്. ഇന്നും ഇതിൽ നിന്ന് എന്താ വ്യത്യാസം? ചിലപ്പോൾ നമ്മൾ ഒരു മുറിയിലിരിക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ഹാളിലിരിക്കുമായിരിക്കും, ഒരു പായയിലിരിക്കുമായിരിക്കും. പക്ഷെ എത്ര പേര് ഒരുമനപ്പെട്ടിരിക്കും? അതൊക്കെ സ്വയം നമ്മോട് തന്നെ നമ്മൾ ചോദിച്ച് നാം ഉത്തരം കണ്ടെത്തേണ്ട കാര്യമാണ്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥനയിൽ ദൈവം ആൾക്കൂട്ടമല്ല ഡിമാൻഡ് ചെയ്യുന്നത്, ഐക്യതയാണ്. സത്യമല്ലേ അത്? കാരണം പ്രാർത്ഥനയിൽ യേശു ഈ 500 പേരെ ഡിമാൻഡ് ചെയ്യുന്നില്ല. 500 പേര് വേണമെന്ന് യേശു പറയുന്നില്ല. ഈ 70 പേര് വേണമെന്ന് യേശു പറയുന്നില്ല. ഈ 12 പേരും വേണമെന്ന് യേശു പറയുന്നില്ല. പോട്ടെ, യേശു കൊണ്ടുപോയ 3 എണ്ണം വേണമെന്നും യേശു പറയുന്നില്ല. കുറഞ്ഞ പക്ഷം നാടൻ ഭാഷ പറയാം, എന്റെ പൊന്നും കൂടെ തച്ചന്മാരെ, നിങ്ങൾ 2 എണ്ണമെങ്കിലും ഒന്ന് ഐക്യമത്യപ്പെട്ടാൽ ദേശത്ത് വല്ലതും നടക്കുമെന്ന കർത്താവ് പറഞ്ഞു. യേശുവിന്റെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പുതിയ നിയമമൊക്കെ പഠിച്ചപ്പോൾ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ എന്റെ കാഴ്ചപ്പാടില് കുറച്ച് കാര്യങ്ങൾ കൂടെ നടന്നേനെ. ഇവരുടെ തകരാറ് കൊണ്ടാണ് പലതും ചെയ്യാതെ പോലെ. അത് നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഭാഗങ്ങളൊക്കെ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അതിനെക്കുറിച്ച് ആരും വ്യാപനപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം, നമ്മുടെ തലമുറയെ വല്ലതും നടക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. എന്തായാലും സ്വർഗം ഒന്നേ ഉള്ളൂ, എന്തായാലും രക്ഷകനും ഒന്നേ ഉള്ളൂ. നമ്മളെല്ലാം മനുഷ്യരായി പിറന്ന് വളർന്നവരാണെങ്കിൽ നമ്മളൊക്കെ പോകുന്നത് ആ സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുക. അതിന് നിത്യതയിൽ എത്താൻ നമ്മെ ഒരുക്കുന്ന ഘടകമാണ് ദൈവത്തിന്റെ വചനം. വചനത്തിനായി ജീവിതത്തെ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഇതാണ് നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ. അപ്പോ ഇനി ഞാൻ പറഞ്ഞു, ഈ 2ന്റെ കണക്കിൽ കർത്താവ് നിന്നു. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ വളരെ വേദന തോന്നിയ ഒരു ചിന്ത പറയാനാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞു വരുന്നത്. പക്ഷെ യേശു സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങളിൽ 2 പേർ, അപ്പൊ ആ 2ന്റെ കണക്ക് എനിക്കാണ്. 2 പേരെയാണ് പെസഹ ഒരുക്കാൻ വിട്ടത്, 2 പേരെയാണ് കഴുത കഴിക്കാൻ വിട്ടത്, 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് ഈ 2നെ ചൊല്ലി കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞുള്ളൂ, നിങ്ങളിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും. അപ്പൊ മേലോട്ട് പോകാൻ അത്ര പേരെ കാണുള്ളൂ, ഒരാളെ കാണുള്ളൂ. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ആ വചനത്തിന്റെ ആ വലിയ ഗൗരവം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ ശിഷ്യന്മാരുടെ തുടക്കം 500 തുടക്കം. 500, 70, 12, 3, 2. ഇപ്പൊ മേലോട്ട് പോകുന്ന കണക്ക് പറഞ്ഞപ്പോ എത്ര ഉണ്ട്? 500-ൽ 1 വെച്ച് പോകും. ഇത് എന്നെ ഒരു കണക്കാണ്. വാസ്തവത്തിൽ ദൈവമക്കളെ, ഒരുപാട് കാലം ഉണ്ടെന്നൊന്നും കരുതി ജീവിതം ഉഴപ്പരുത്. ഞാനിക്കട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോയാൽ, ഏത് സാധനം ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള സാധനം നമ്മൾ ഒരിക്കലും വാങ്ങത്തില്ല. സാധനം എല്ലാം തിരിച്ചും മറിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ സാമിൻ്റെ കൂടെ അസ്ഡ സന്ദർശിച്ചു. ശനിയാഴ്ചയാന്ന് തോന്നുന്നു, അല്ലെ? ശനിയാഴ്ച. അപ്പോ ഗ്രേപ്പ് ക്രഷിന്റെ ഒരു 5 പാക്കറ്റ് മേടിച്ച് എല്ലാം ബില്ലടിച്ചു വന്നപ്പോ ഒരെണ്ണം ലീക്കുണ്ട്, തുള്ളിയായിട്ട് വരും. എന്ത് പാടുപെട്ടെന്നറിയോ? അവരെ വിളിച്ച് പിന്നെ ആ കസ്റ്റംസിന്റെ മേഖലയിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ പോയി ആ ബില്ല് കാണിച്ച് ആ ലീക്കുള്ള സാധനം പാസ്റ്റർ സാം തിരിച്ച് ആ ഗാലറി കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് ആ സേഫിനകത്തുനിന്ന്, അപ്പൊ ഒരു തുള്ളി ലീക്ക് ആകുന്ന ഒരു ചെറിയ പാക്കറ്റ് ഗ്രേപ്പ് ക്രഷ് പോലും നമ്മുടെ വീട്ടിനകത്ത് കയറ്റത്തില്ല. ഇതാ നമ്മൾ ടൈപ്പ്. സത്യമാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ
സ്വർഗരാജ്യത്തിൽ ചിലരുടെ ഇരിപ്പും പരുവും നമ്മുടെ ആത്മീയത്തിലെ പോക്കും ഒക്കെ കണ്ടാൽ എങ്ങനെ ജീവിച്ചാലും പിന്നെ കർത്താവ് സ്നേഹവാനല്ലയോ, രക്ഷപ്പെടുകയല്ല കേട്ടോ. കർത്താവ് മുഴുവൻ ഈ സ്കെച്ച് വെച്ച് മൊത്തത്തിലൊന്ന് നോക്കും. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. ഈ പ്രമാണം അനുസരിച്ചാണോ ജീവിതം, അവർക്ക് നിത്യതയുള്ളൂ. ഞാൻ ഒരാശയം ചേർത്ത് പറഞ്ഞാൽ ഇത് ഞാൻ ആവർത്തിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. LPC-കാരോടുള്ള ബന്ധത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളാണ് മരുഭൂമിയിൽ ജീവിച്ചത്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചത്. ഇവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, കനാൻ. പക്ഷെ 2 പേര് മാത്രമേ കനാനിൽ കാലുകുത്തിയുള്ളൂ. മനസ്സിലാക്കുക, കനാൻ നാട് തരിശായി കിടന്നാലും മര്യാദയ്ക്ക് ജീവിക്കാത്ത ഒരുത്തനും കയറുകയല്ല അവിടെ. അത് തമ്പുരാന്റെ. കാരണം എന്നറിയോ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. പണ്ട് ഈ ഞാൻ വായിച്ചൊരു പുസ്തകത്തിലെ ഒരു കട്ടിലിനെ കുറിച്ച് ചോദിച്ചു. ഒരു രാക്ഷസൻ, ഒരു കട്ടിൽ. രാക്ഷസൻ എന്ന് പറഞ്ഞ ആളുണ്ടോ എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മൾ ഈ പഴയ കഥകൾ വായിച്ചത് രാക്ഷസൻ ഒരു കട്ടിൽ പണിതു. ഈ നല്ല കാനന ഭംഗി കവിഞ്ഞൊഴുകുന്ന വളരെ മനോഹരമായ ഒരു കട്ടിൽ. അങ്ങനെ ഒരു കട്ടിൽ ആരും പണിതിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കട്ടിൽ പണിതെന്ന് പറഞ്ഞപ്പോൾ ആളുകളെല്ലാം കാണാൻ വന്നു. ഭയങ്കര ജനത്തിരക്കാണ്. ജനത്തിരക്ക് കൂടിയപ്പോൾ രാക്ഷസൻ ഒരു നിയമം വെച്ചു. എന്ന് പറഞ്ഞാൽ കട്ടിൽ കാണാൻ വരുന്നയാൾ പിന്നെ ഇങ്ങോട്ട്, കാരണം കുറെ നാൾ കഴിയുമ്പോൾ ഒന്നുകൂടെ കാണണമെന്ന് ചിലപ്പം തോന്നി പിന്നെ വരും. അതുകൊണ്ട് ഒരു നിയമം വെച്ചു. നിയമം ഇത്രയേ ഉള്ളൂ, കട്ടിൽ കാണാൻ വരുന്നയാൾ ആ കട്ടിലെ കയറി ഒന്ന് കിടന്നേച്ച് പോക്കണം. ആ കട്ടിലെ കയറി ഒന്ന് കിടന്നേച്ച് പോകാം. പക്ഷെ ഒരു നിയമമുണ്ട്, കട്ടിലെ കിടക്കുന്നയാളിന് കട്ടിലിന്റെ അത്രയും നീളമില്ലെങ്കിൽ ഈ കിടക്കുന്നയാളിനെ കട്ടിലിന്റെ നീളത്തിനനുസരിച്ച് പുള്ളി വലിച്ചു നീട്ടും. രാക്ഷസൻ ചെയ്യുന്ന കാര്യമാണ്. നീളം കുറവാണെങ്കിൽ ആ കട്ടിലിന്റെ നീളത്തിനനുസരിച്ച് വലിച്ചു നീട്ടും. പിന്നെ കിടക്കുന്നയാളിന് കട്ടിലിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ കറക്റ്റ് കട്ടിലിന്റെ അളവ് വെച്ച് കണ്ടിക്കും. ഇത് കഥയാണ്. പക്ഷേ ആ കഥയ്ക്കകത്തൊരു കാര്യം ഞാൻ കണ്ടു അന്നേ. എന്താണെന്നറിയാം, ഈ ദൈവവചനത്തോട് കൂട്ടിപ്പഠിപ്പിക്കുന്നവരും പോകത്തില്ല, ഈ ദൈവവചനത്തോട് കുറച്ച് പഠിപ്പിക്കുന്നവരും പോകുകയല്ല. നാളെ ഒരു യോഗത്തിന് സമയം കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ഈ വചനം പറഞ്ഞും പങ്കുവെച്ചും വരുവളവിൽ ഒരു സുവിശേഷകനായതുകൊണ്ട് ഞാനൊരു മാസമായി വന്നിട്ട് ഒരു 5-10 ദിവസം കൂടെ കാണും. അപ്പോൾ എന്നോടും കർത്താവ് ചോദിക്കും, നിന്റെ മുമ്പിൽ കിട്ടിയ ജനത്തോട് നീ നിത്യതയെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന്. അതുകൊണ്ട് ഞാനും ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഈ വചനം കേൾക്കുന്ന സകല ആളുകളും, എന്റെ ആഗ്രഹം ഞാൻ പറയാം, ഇന്ന് രാത്രി ഈ യോഗത്തിലിരിക്കുന്ന എല്ലാ ആളുകളും കർത്താവ് വരുമ്പോ പോണം. അപ്പോ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച കാര്യമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവൻ സാധനം കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ഒന്നും നമുക്ക് ചിന്തിച്ചു പറ്റില്ല ഇവിടെ. അപ്പൊ നമ്മള് ഈ വിഷയം ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത ദൈവമക്കൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ വിശദീകരിച്ചു വന്നത്. കാരണം കൂടുതൽ ദൂരവും നടന്നു വന്ന യേശു ഈ അല്പദൂര യാത്രയ്ക്ക് എന്തിനാണ് കർത്താവ് ഇങ്ങനെ 2 കഴുതയെ ഉപയോഗിച്ചത്? ന്യായമായ ചോദ്യമാണ്. വേദശാസ്ത്ര വെളിച്ചത്തിൽ പറയാവുന്ന ഒന്നാമത്തെ ഉത്തരം എന്താന്ന് ചോദിച്ചാൽ, യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവും, യേശു ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് സെക്കറിയാവും ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് പ്രവചിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഇങ്ങനെ 2 കഴുതയെ വാഹനമായി ഉപയോഗിച്ച് യെരുശലേം സന്ദർശിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവും, യേശു ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് സെക്കറിയാവും പ്രവചിച്ചിരുന്നു.
എന്തുകൊണ്ട് നമുക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ജിജ്ഞാസ നമ്മളിൽ ഉണർത്താവുന്ന ഈ യാത്ര യേശു നടത്തി എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അത് യേശുവിനെ കുറിച്ചുള്ള പ്രവചന നിവർത്തിയായിരുന്നു. അതൊരു നല്ല ദൂത. കാരണം നമ്മെക്കുറിച്ചോ നമ്മുടെ തലമുറകളെ കുറിച്ചോ ദൈവം തമ്പുരാൻ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി കൃത്യമായി അത് നിറവേറും. യേശുവിന്റെ ഈ യാത്ര വാഗ്ദത്ത നിവർത്തിയാണ്. രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിനക്ക് വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ അതിന്റെ നിവർത്തി കാണും. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. രണ്ടാമത്തെ ഉത്തരം, യേശുവിനെ പോലെയുള്ള ഒരാൾക്ക്, യേശുവിനെ കുറിച്ച് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പിറന്ന ശേഷമേ എല്ലാരും രാജാവായിട്ടുള്ളൂ. പക്ഷെ യേശു പിറന്നത് തന്നെ രാജാവായിട്ടാണെന്ന് മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഒരു രാജാവിൻ്റെ യാത്രയ്ക്ക്, രാജാവിൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതാണോ കഴുത? കുതിരയാണ്. പഴയ കാലത്ത്, കാരണം കുതിരകളെ കെട്ടിയ രഥമാണ് രാജാക്കന്മാരുടെ വാഹനം. ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുൻപ് രാജാക്കന്മാർ വാഹനമായി ഉപയോഗിച്ച മൃഗം കുതിരയാണ്. അങ്ങനെയാണെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ യേശു ഒരു കുതിരയെ ഉപയോഗിച്ച് എന്തുകൊണ്ട് യെരുശലേം സന്ദർശിച്ചില്ല? യേശു എന്തിന് കഴുതയെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ നമ്മുടെ ആ ചോദ്യത്തിന്റെ ഉത്തരം ചിന്തിച്ചവർക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഇവിടെ ധാരാളം കുതിരയുള്ള രാജ്യമായത്. കുതിരപ്പുറത്ത് ഒരാളിരുന്നാൽ കുതിര തല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുതിര ഓടുമ്പോഴും കുതിര ശരിക്കും നടക്കുമ്പോഴും തല താത്തിയല്ല നടക്കുന്നത്, തല പൊക്കെ നടക്കുന്നത്. എന്നാ കഴുത നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴുത തല പൊക്കത്തേ ഇല്ല, കഴുത തല താത്തേ നിൽക്കും. അപ്പോ കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളിനെയാണോ ശരിക്കും കാണാൻ പറ്റുന്നത്? കഴുതപ്പുറത്തിരിക്കുന്ന ഒരാളിനെയാണോ മുമ്പിൽ നിന്ന് വരുന്ന ഒരാളിനെ ശരിക്കും കാണാൻ പറ്റുന്നത്? കഴുതപ്പുറത്തിരിക്കുന്ന ഒരാളിനെയാണ് കൃത്യമായി ശരിക്കും കാണാൻ പറ്റുന്നത്. കാരണം കഴുതയുടെ തല താത്തേ വെച്ചിരിക്കും. കഴുതയുടെ തല താത്തേ വെക്കൂ എന്നുള്ളത് പറയുമ്പോൾ ന്യായമായി അവിടെ കുതിര ഗർവിന്റെയോ നിഗളത്തിന്റെയോ ഭാവമാണ്. എന്നാൽ കഴുത താഴ്മയുടെ ഭാവമാണ്. യേശുവിന്റെ സ്വഭാവം അനുസരിച്ച് യേശുവിന് കുതിര പറ്റുകയില്ല. കാരണം യേശുവിന്റെ തലയായിരിക്കത്തില്ല നാട്ടുകാർ കാണുന്നു, കുതിരയുടെ തലയെ കാണുന്നു. ഞാൻ പറയാം, നമ്മുടെ ഈ ക്രിസ്ത്യാനിത്വം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇംഗ്ലണ്ട്, ഈ ഗ്രേറ്റ് ബ്രിട്ടൻ ക്രിസ്തീയ രാജ്യമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ക്രിസ്തു ആരാന്നറിയില്ല. ഇവിടുത്തെ പള്ളികൾ, അമ്പലങ്ങൾ വാങ്ങുന്നു. ഇവിടെ ദൈവത്തെ ആരാധിച്ചു വന്ന പള്ളികൾ ബാറുകൾ കൈവശപ്പെടുത്തുന്നു. പള്ളികളിൽ ഫാർമസികൾ നടക്കുന്നു. എന്തിന്? പള്ളികളുടെ സ്ഥിതി എന്താണ് ഈ രാജ്യത്തെ? കാരണം യേശുവിനെ ഇവിടെ ആർക്കും അറിയില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയില്ല. ഞാൻ സ്വാൻസിയില് ഇവാൻ റോബർട്ട്സിന്റെ പള്ളി സന്ദർശിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അലൻ എന്ന് പറഞ്ഞ ആളോട് ഞങ്ങൾ ചോദിച്ചു, ഇവിടെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ആ വിശ്വാസവും ധാരണയൊക്കെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഈ പള്ളിയെക്കുറിച്ച് പോലും, സ്വാൻസിയിലുള്ളവർക്ക് ഈ പള്ളിയെക്കുറിച്ച് പോലും ഒന്നും അറിയത്തില്ലെന്ന്. കാരണം അവരുടെ ഒന്നും മനസ്സിൽ ദൈവമില്ല. ക്രിസ്തീയ രാജ്യമെന്ന് പേര് കേട്ട ബ്രിട്ടനിൽ, ഈ രാജ്യത്ത് ക്രിസ്തു അല്ല
തല ഉയർത്തി നിൽക്കുന്നത്. ക്രിസ്തുവിനെ ആർക്കും കാണാൻ പറ്റുന്നില്ല. അത് ഈ രാജ്യത്തിന്റെ ധാർമ്മികമായ, സാംസ്കാരികമായ, സാൻമാർഗികമായ തകർച്ചയുടെ ഒരു വലിയ കാരണമാണ്. നമ്മൾ ഒരുപാട് കർത്താവിനെ സ്തുതിക്കണം. കാരണം ദൈവത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന് വേണ്ടി നിൽപ്പാനും ഇങ്ങനെയെങ്കിലും ദൈവം നമുക്ക് അവസരം തന്നത് ഓർത്ത് ഒരുപാട് കർത്താവിനെ സ്തുതിക്കണം. മലയാളികൾ ഇന്ന് ഏറെ ഭാരപ്പെടുന്നത് തലമുറകളെ ഓർത്താണ്. എനിക്ക് സങ്കടം തോന്നി. പന്തളംകാരനാ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, പന്തളംകാരൻ ഒരാള് 6 മാസം ജയിലിൽ കിടന്ന കഥ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടു. തലമുറ ആരാണ്ട് ഒരു കൊച്ചിനെ തല്ലിയേണ്ട പേരില്ല. എന്തായാലും പാസ്പോർട്ടൊക്കെ വലിച്ചു കയറി കക്ഷിയെ ഇപ്പം നാട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്, ആ പാർട്ടിയെ നാട്ടിൽ കൊണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ ഒരു സംസ്കാരമായി പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആശയത്തിൽ പറഞ്ഞാൽ നമ്മെ അല്ല ഈ രാജ്യം കാണേണ്ടത്, നമ്മിലൂടെ കർത്താവിനെ കാണണം, നമ്മിലൂടെ യേശുവിനെ കാണണം. ആമേൻ. അപ്പൊ കുതിരയെ ഉപയോഗിക്കാതെ കഴുതയെ യേശു ഉപയോഗിച്ചതിന്റെ അർത്ഥം, രണ്ടാമത്തെ ഉത്തരവ് ഇതാണ്: താഴ്മയുടെ പ്രതീകമാണ് കഴുത. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ താഴ്മയുള്ളവനാണ് എന്ന് പറഞ്ഞ യേശുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് യേശുവിന് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം എന്ന് പറയുന്നത് കഴുതയാണ്. ഇനി അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരുന്നു. ഈ അല്പദൂര യാത്രയ്ക്ക് യേശു എന്തിനാ 2 കഴുത ഉപയോഗിച്ചത്? അത് ഒന്ന് കുട്ടിയാ. സങ്കടം തോന്നി എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ. ഈ 2 കഴുതയെയും യേശു വാഹനമൃഗമായി ഉപയോഗിക്കുമെന്നാണ് പ്രവചനം. യേശു എന്തിന് ഈ 2 വാഹനമൃഗത്തെ യേശു ഉപയോഗിച്ചത്? ഉത്തരം: മനുഷ്യവർഗത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട് മുഴു ലോകത്തിനും. അതെല്ലാവർക്കും അറിയാം. മത്തായി 11 വായിക്കണ്ട. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വാ. കർത്താവ് അവിടെ വിളിക്കുന്നത് ഭാരം ചുമക്കുന്നവരെയാ. ഭാരം ചുമക്കുന്നവരെ യേശു തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. അവർക്ക് കർത്താവ് കൊടുത്ത വാഗ്ദത്വം എന്തുവാ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിന്റെ അർത്ഥം എന്താ? ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭാരം ചുമക്കുന്നവർ ഇങ്ങോട്ട് ചുമന്നാ മതി, എന്റെ അടുത്തോട്ട് വരുമ്പം ചുമന്നാ മതി, തിരിച്ചു പോകുമ്പോ നിങ്ങൾ ഭാരം ചുമക്കത്തില്ല, നിങ്ങൾ ആശ്വാസത്തോടെ മടങ്ങും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ വാഗ്ദത്തം ശ്രദ്ധിച്ചാൽ യേശു ആരാണ് എന്നവിടെ അടുത്തൊരു ഉത്തരം കിട്ടുന്നു. യേശു ഒരിക്കലും ആരുടെയും മേൽ ഭാരം കെട്ടിവെക്കുന്നയാളല്ല, ഭാരം മാറ്റുന്നയാളാണ്. സ്വത്രം. ഞാൻ കാരണം അല്ലാതെ ഒരു ഉത്തരം ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് അല്ലാതെ നമുക്ക് ഇതിനകത്തൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട് ഇതാണ്. യേശു 2 വാഹനമൃഗത്തെ ഉപയോഗിച്ചതിന്റെ കാരണം ഞാനത് എൻ്റെ കുടുംബവുമായി ബന്ധിപ്പിച്ചെന്ന് പറയാം. എൻ്റെ വൈഫിന് 12ാമത്തെ വയസ്സ് വരെ ഫിക്സ് വരുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഫിക്സ് വരുമായിരുന്നു 12ാമത്തെ വയസ്സ് വരെ. അപ്പൊ 12 വയസ്സുള്ള ഒരു മകളുടെ തൂക്കവും ഭാരവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അപ്പനും അമ്മയും കൂടാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. 12 വയസ്സുള്ള സമയത്തെ കാര്യം പറയുന്നത്. അപ്പോ അമ്മ കുറെ നേരം എടുത്തു. അമ്മയുടെ കൈ കഴിച്ചപ്പം അപ്പൻ്റെ കൊടുത്തു. അപ്പം കുറെ നേരം എടുത്തു. അമ്മ മുമ്പോട്ട് നടക്കുകയാണ്, ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം നടന്നു പോകണം. അപ്പോൾ പല പ്രാവശ്യം അമ്മയെ വിളിച്ചു, മേരി നിന്നേ, കൈ കഴിക്കുന്നു, നിൽക്കേ, കൈ കഴിക്കുന്നു. അമ്മ കേട്ട പാവില്ല, കാരണം അമ്മ നേരത്തെ ഒന്ന് എടുത്തതിൻ്റെ കഴപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അമ്മ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്താൻ, കാരണം എൻ്റെ വൈഫ്, കാരണം അവൾക്ക് ബോധമുണ്ട്, ആ സമയത്ത് ബോധമുണ്ട്, പക്ഷെ ഫുള്ളി നോർമൽ അല്ല അവൾ. പക്ഷെ ഇവർ സംസാരിക്കുന്നതൊക്കെ വൈഫിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അമ്മ പിടിവിട്ട് പോവാം, സ്പീഡിൽ അപ്പൻ്റെ മുന്നേ പോവാം.
അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പുതിയ ആശയം അതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നറിയോ, ആ മോള് സ്വന്തം മോളാണെങ്കിലും ഈ കുറെ ദൂരം എടുത്തേച്ച് ഈ മുറിയിൽ നിന്നെടുത്ത് ആ മുറിയിലോട്ട് വരുമ്പോൾ നമുക്ക് ആ കൊച്ചിനെ എടുക്കുന്ന ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. പക്ഷേ ഈ മുറിയിൽ നിന്നെടുത്ത് ഒരു 2 കിലോമീറ്റർ കൊച്ചിനെ എടുത്തോണ്ട് നടക്കുമ്പം കുഞ്ഞു സ്വന്തമാണേലും കുഞ്ഞ് നമുക്ക് ആരാവും, കുഞ്ഞു ഭാരമാവും. സത്യമാണ്. അതുകൊണ്ട് അമ്മ പിടിവിട്ട് നടക്കുക. കാരണം അമ്മയുടെ കൈ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അപ്പൻ പറഞ്ഞെന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് അമ്മ നിൽക്കുന്നില്ല. അപ്പൻ പറഞ്ഞെന്ന്, മേരി ഞാനിപ്പം താഴെ ഇടും. ആ വാക്കുകൾ അത് അന്നത്തെ ആ കൊച്ചു മനസ്സിൽ തട്ടി. എൻ്റെ വൈഫിന് മനസ്സിൽ അവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാ താഴെ നിർത്തുമെന്നല്ല പറയുന്നത്, അതാ തള്ളയോടുള്ള വിഷമം കൊണ്ട് സ്വന്തം തന്ത പറയുകയാണ് ഞാൻ ഇതിനെ ഇപ്പം താഴെ ഇടുമെന്ന്. എന്താ മനസ്സിലായി? ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണ്. പക്ഷെ ദൂരം കൂടുന്നതിനനുസരിച്ച് ചുമടിന് ഭാരം കൂടും. ഇത് തത്വമാണ്, സത്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു കഴുതെ മാത്രം യേശു ഉപയോഗിച്ചാൽ, ഒരു കഴുതയുടെ പുറത്ത് മാത്രം യേശു യാത്ര ചെയ്താൽ കഴുതയ്ക്ക് യേശു ഭാരമാവും. ഒത്രം ഒരു കഴുതയുടെ പുറത്ത് കയറി ഒരല്പം ദൂരം നീങ്ങിയപ്പോൾ അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി. അടുത്ത കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ തന്നെ യെരൂശലേമിലെത്തി. 2 കഴുതയ്ക്കും യേശു ഒരു ഭാരം ആയിരുന്നില്ല. എനിക്ക് കർത്താവ് തന്ന കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവാര ഒരു മിണ്ടാപ്രാണിയോട് പോലും ഉള്ള ബന്ധത്തിൽ അവൻ ഭാരം മാറ്റുന്നവനാണ്. അവൻ ആശ്വാസം നൽകുന്നവനാണ്. ഈ ആശയത്തിന്, ഭാരം മാറ്റുന്ന കർത്താവിനെ കുറിച്ചുള്ള ആ ആശയത്തിന് ഒരു തെളിവ് നമ്മുടെ ഈ പ്രിയ അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി. നമ്മൾ സംസാരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാൻ പങ്കുവെക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാവവുമായി ബന്ധപ്പെട്ട ഒരു വാചകം ആരെങ്കിലും, ഒരു വാക്യം ആരെങ്കിലും പ്രാർത്ഥനയിൽ ഉരുവിടുമ്പോൾ നമുക്കൊരു ബലമാണ്. കാരണം നമ്മളത് പറയാനിരിക്കുകയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കഫർന്നഹൂമിലെ ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പക്ഷപാതക്കാരനായ ഒരു രോഗിയെ 4 പേര് ചേർന്ന് ചുമന്നുകൊണ്ട് അവിടെ വന്നു. ശ്രദ്ധിക്കണേ, പക്ഷപാതക്കാരനെ കുറിച്ച് പുതിയ നിയമത്തിൽ പലയിടത്തും പരാമർശമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 8 വർഷം പക്ഷപാതം പിടിച്ചു കിടന്ന ഐനയാസ് എന്ന് പറയുന്ന ആൾ സൗഖ്യമായ കഥയുണ്ട്. പിന്നെ സുവിശേഷങ്ങളിൽ മറ്റേ കൊളക്കരയിൽ 38 വർഷം പക്ഷപാത രോഗം പിടിച്ചു കിടന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ വായിക്കും. അപ്പം പുതിയ നിയമത്തിൽ പലയിടത്ത് ഈ പക്ഷപാത രോഗിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷപാതം എന്ന് പറയുമ്പം ആ രോഗത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു സൈഡിന് കുഴപ്പമില്ല. അപ്പൊ എന്റെ കാഴ്ചപ്പാടില് പക്ഷപാത രോഗികൾ നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. അത് എന്റെ സ്വന്തം കാഴ്ചപ്പാട് നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു സൈഡ് മൊത്തത്തിൽ വീക്കാണ്. അങ്ങനെയുള്ള രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ കിടപ്പല്ല, നടപ്പ് തന്നെ. മിക്കവാറും യോഗങ്ങൾക്കൊക്കെ പോകും, കൂട്ടായ്മയ്ക്കൊക്കെ പങ്കെടുക്കും, പക്ഷെ ഒരു സൈഡ് കംപ്ലൈന്റ് ഉണ്ട്. അതിന് ലക്ഷണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. ചിലർക്കേ കൈ കൊടുക്കും, എല്ലാവർക്കും കൈ കൊടുക്കത്തില്ല. ചില വീട്ടിലേ പോകൂ, എല്ലാ വീട്ടിലും പോകത്തില്ല. ചിലരോടെ മിണ്ടു, എല്ലാവരോടും മിണ്ടത്തില്ല. ചില വീട്ടിൽ പോയാൽ കാപ്പി കുടിക്കാനോ പപ്സ് തിന്നാനോ നിൽക്കത്തില്ല. അതേസമയം ചില വീട്ടിൽ നിന്നാണെങ്കിൽ കുടിച്ചാലും തിന്നാലും മതി വരത്തില്ല, അവിടുന്ന് 12 മണിയാകാതെ ഇറങ്ങത്തില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ മനസ്സിലായോ? ഇതാ പക്ഷപാതം. അത് പാടില്ല. അപ്പോ ആ രീതിയൊക്കെ ഒന്ന് മാറി വരുന്നത് ഒരു കൂട്ടായ്മയ്ക്കായാലും നല്ലതാണ്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടാണെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എനിവേ, എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ഈ 4 പേരെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഈ 4 പേര് അവനെ മാത്രമല്ല ചുമക്കുന്നത്, അവൻ കിടക്കുന്ന കട്ടിലൂടെ ചുമക്കുക. അപ്പം ശരിക്കും പറഞ്ഞ ഈ 4 പേര് ശരിക്കും ഭാരം ചുമന്നല്ലേ വരുന്നേ. രോഗിയെയും ചുമക്കണം, രോഗി കിടക്കുന്ന കട്ടിലും ചുമക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം മർക്കോസ് 2 യേശു ഇരുന്ന കഫർന്നഹൂമിലെ വീട്ടിൽ വന്നപ്പം പുരുഷാരം നിമിത്തം കട്ടിലോടുകൂടെ അകത്തോട്ട് കടക്കാൻ
കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ ആ മേഖലയാണ്. നമ്മളൊക്കെയാണ് ആ യോഗത്തിലങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഒരുത്തനെ കട്ടിലോടെ എടുത്തോണ്ട് വരുമ്പോൾ നമ്മളാണെങ്കിൽ ഒന്ന് മാറി കൊടുക്കത്തില്ലേ? അപ്പുറത്തെ ആ രോഗിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കട്ടിലോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. പക്ഷെ എനിക്ക് സങ്കടം, ഇന്നും സങ്കടമുണ്ട് എനിക്ക്. ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ താഴെ ഇരുന്ന ഒരെണ്ണമല്ലേ ഒരെണ്ണം അനങ്ങിയില്ല. ആ അതാ സീറ്റ് പോകുന്നു. സീറ്റാണല്ലോ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാലേ. ചിലരുടെ ധാരണ ആളുകൾ വരുവോ പോവോ ചെയ്യട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം അല്ല. എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നി. പോട്ടെ, നമ്മളിപ്പോ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ ഈ 4 പേർ, ഞാൻ പറയും, ഈ 4 പേരുടെ കൂട്ടത്തിൽ നമ്മളായിരുന്നേ നമ്മൾ എന്ത് ചെയ്തേനെ? ഇവനെ യേശുവിന്റെ അടുത്താണ് കൊണ്ടുവന്നത്. പക്ഷെ പുരുഷാരം നിമിത്തം അകത്തോട്ട് കടപ്പാൻ സ്ഥലമില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? നേരെ തിരിച്ച് ഞാനായിരുന്നു ചെയ്യുന്ന കാര്യം പറയാം. തിരിച്ചിവനെ കൊണ്ടുപോകത്തില്ല. കാരണം എന്തായാലും യേശു വീട്ടിലുണ്ടല്ലോ. നമ്മളിവനെ യേശു ഉള്ളിടത്ത് എത്തിച്ചേ ആ മിറ്റത്തോട്ട് വെച്ചേച്ചേ. നമുക്ക് 100 കൂട്ടം കാര്യങ്ങളില്ലേ. കൂട്ടായ്മ എന്ന് പറഞ്ഞ് നമുക്കിപ്പോ അങ്ങനെ ജോലിയെല്ലാം കട്ട് ചെയ്തേച്ച് അങ്ങനെ പോകാൻ നോക്കും. നമുക്ക് ഡ്യൂട്ടിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പലരും പല കാര്യങ്ങളിൽ എൻഗേജാ. പക്ഷെ എനിക്ക് ആ 4 പേരെ ഇഷ്ടമാണ്. അത്രയും 4 വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു സഭയിൽ ഈ ടൈപ്പ് 4 എണ്ണം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണത്തിനെ ചുമന്നുകൊണ്ട് വരും. ഇത് വർഷത്തിൽ ഒരെണ്ണത്തിനെ പോലും ചുമന്നുകൊണ്ട് വരുന്നില്ല. പിന്നെ എങ്ങനെ? അല്ല, ശരിക്കും പറഞ്ഞാലേ നല്ല ആത്മഭാരമുള്ള സഭയ്ക്ക് നിഴല ആ 4 പേര്. കാരണം അവരവരുടെ സമയം കളഞ്ഞ് അവരവരുടെ ആരോഗ്യം ഉപയോഗിച്ച് ഇവനെ കട്ടിലോടെ ചുമന്ന് യേശുവിനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ സ്ഥലമില്ല. അവരെന്ത് ചെയ്യുന്നു? അവരിവനെ കട്ടിലോടെ ആ വീടിന്റെ മുകളിൽ കയറ്റിയിട്ട് വീടിന്റെ മേക്കൂര പൊളിച്ചു. ഇനി നിങ്ങൾ മനസ്സിൽ കണ്ടേ, ഈ കിടക്കുന്ന ഒരു 6 അടി നീളം, എന്തായാലും കട്ടിലിന് 6 അടി നീളം ഏറ്റവും കുറഞ്ഞ കാണുമല്ലോ. 6 അടി നീളമുള്ള ഒരു കട്ടില് താഴോട്ട് ഇറക്കത്തക്ക നിലയിൽ മേക്കൂര പൊളിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ആ വീടിന് മേക്കൂര ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ വീട് പോയി. വീടിന്റെ ടോപ്പ് മുഴുവനാക്കി. ഇത് പൊളിച്ച ഇവനെ കൊണ്ടുവന്ന, ഇവനെ എടുത്ത് കട്ടിലോടെ മുകളിൽ കയറ്റിയ 4 പേരെക്കാൾ ആത്മഭാരമുള്ളയാളാ വീട്ടുകാരൻ. അല്ലെ? സത്യം പഠിച്ചു നോക്കി. സ്വന്തം വീടിന്റെ മേക്കൂര നാട്ടുകാരിൽ 4 പേര് കയറിയിരുന്ന് തച്ചിന് പൊളിച്ചിട്ട് ആ വീട്ടുകാരനാണെങ്കില്ല. നമ്മളൊക്കെ ആണെങ്കിലോ മോർഗേ ഇതുവരെ തീർന്നിട്ടില്ല. നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നേ. അന്നേരം വീട് ആത്മീയമൊക്കെ താഴെ നിന്ന് മതി കേട്ടോ. ഈ വീടുണ്ടാക്കിയ പാഠം നമുക്കറിയാം. നമുക്കെപ്പോഴും നമ്മുടെ ഭൗതിക മേഖലയ്ക്ക് എന്തെങ്കിലും ഇടിവുണ്ടാകുന്ന കാര്യം വരുമ്പോഴാണ് നമ്മൾ ആത്മീയരാണോ എന്ന് അറിയുന്നത്. പക്ഷേ ആ വീട്ടുകാരൻ അനങ്ങില്ല. അതിനകത്തൊരു മർമ്മമുണ്ടെന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ആ വീട്ടുകാരൻ മനസ്സിൽ കണ്ടതെന്നറിയോ? എന്റെ വീട് പോയാലും വേണ്ടുകയില്ല, ഒരാത്മാവ് വിടുവിക്കട്ടെ. ഒരു മനുഷ്യൻ എന്റെ വീട് തകരുന്നത് നിമിത്തം ഒരാൾ എഴുന്നേക്കുന്നെങ്കിൽ, ഒരാൾ രക്ഷപ്പെടുന്നെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടല്ലേ വീട്ടുകാരൻ അനങ്ങാൻ. അത്രയും കുടുംബങ്ങൾ പോലെ ഒരു കൂട്ടായ്മയിൽ ആള് കൂടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആത്മാർത്ഥതയും ആത്മഭാരവും ഉള്ള ദൈവമക്കളാ ഈ ദേശത്ത് എഴുന്നേൽക്കേണ്ടത്. ഇനി എനിക്ക് രസം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അവിടെ എഴുതിയിരിക്കുന്ന അവനെ കിടക്കയോടെ ഇറക്കി വെച്ചെന്ന. ഈ കട്ടില് താഴെക്കൂടെ വന്നപ്പോ ഇറക്കി വെക്കാൻ സ്ഥലമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറക്കി വെച്ച്. ഇപ്പൊ എങ്ങനെ ഈ സ്ഥലം ഉണ്ടായി? കട്ടില് മേളിന്ന് വരുന്ന കണ്ടപ്പം ഈ ഒതുങ്ങാതിരുന്ന സർവ്വ പുള്ളികളും ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, കട്ടിൽ എന്നും താഴെ കൂടെ തന്നെ വരത്തില്ല. ചില സമയത്ത് ഈ കട്ടില്, അതായത് ഈ ഒതുങ്ങാത്തവരെ ഉദ്ദേശിച്ചായി മേളിൽ ഉയരത്തിൽ നിന്നുള്ള ഇടപാടുണ്ടാവും. കാരണം കർത്താവിനും ആത്മാക്കളുടെ വിടുതല വലുത്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും നമ്മളെ തിരക്കിയാണ്, മനുഷ്യവർഗത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കർത്താവ് അവന് വേണ്ടതും അവനെ കൊണ്ടുവന്നവർക്ക് വേണ്ടതും രോഗശാന്തിയാണ്.
പക്ഷെ യേശു അവൻ ആദ്യം കൊടുത്തത് രോഗശാന്തി അല്ല, അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ശ്രദ്ധിച്ചോ, രോഗശാന്തി ഒരിക്കലും ഒരു മനുഷ്യനെ നിത്യതയിൽ എത്തിക്കുന്നില്ല. പാപശാന്തി മാത്രമേ ഒരാത്മാവിനെ നിത്യതയിൽ എത്തിക്കൂ. പാപശാന്തി പ്രാപിച്ച ഒരാൾ രോഗശാന്തി പ്രാപിക്കാതെ മരിച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ആ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. രോഗവിമുക്തമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ പൗലോസിനെ പോലെയുള്ളവർ മരണം വരെ രോഗികളായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ഇരുവഴി നമ്മൾ പഠിച്ചാൽ രോഗം മാറാൻ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, കുഞ്ഞെ എന്റെ കൃപ നിനക്ക് മതിയെന്നാണ്. പൗലോസിനെ കുറിച്ച് ചരിത്രം പറയുന്നത് മരണം വരെ പൗലോസ് രോഗിയായിരുന്നു. ശരീരത്തിൽ രോഗം ഉണ്ടെന്നുള്ളത് നിന്റെ നിത്യതയെ ബാധിക്കത്തില്ല, എന്നാൽ ശരീരത്തിൽ പാപം ഉണ്ടെന്നുള്ളത് നിന്റെ നിത്യതയെ ബാധിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പോട്ടെ, ഈ തലമുറയിൽ വളരെ സീരിയസ് ആയി നമ്മൾ കാണേണ്ട ഒരു മേഖലയാണ്. ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നില്ല. ഇനി കർത്താവ് അവനോട് പറഞ്ഞു, പിന്നെ പറഞ്ഞു, നിന്റെ രോഗം സൗഖ്യമാക്കിയിരിക്കും, നീ കിടക്കയെടുത്ത് നടക്കാം. അപ്പൊ ആദ്യം പാപശാന്തി കൊടുത്തു, രണ്ടാമത് രോഗശാന്തി കൊടുത്തു. ഈ കർത്താവ് പറഞ്ഞ ആ വാക്കുകളൊന്നും ചിന്തിച്ചേ, അതോടെ പറഞ്ഞു നിർത്താൻ പോവാ. കിടക്ക എടുത്ത് നടക്കാൻ ആരോടാ പറഞ്ഞേ? ഈ രോഗിയായിരുന്നവനോട്. കർത്താവ് ആ ചെയ്തൊരു ഇച്ചിരി കടുങ്കയായി പോയില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ആദ്യം വന്നു. കാരണം ഇത്രയും നാൾ ഒറ്റക്കിടപ്പ് കിടന്നവനല്ലേ, അവനെ കയ്യും വീശി പോകാൻ അനുവദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നു 3-5 ദിവസം ഡിസ്ചാർജ് ആയി പോരുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ കൊണ്ടുപോയ ഫ്ലാസ്ക് പോലും നമ്മൾ ആ ആളിനെ കൊണ്ട് എടുപ്പിക്കും. കാരണം നമ്മൾ അത്രയ്ക്ക് മൈതാന ഹൃദയമുള്ളവരാ, നമുക്ക് അനുകമ്പ എന്നൊക്കെ പറയാൻ ഭയങ്കര അനുകമ്പയാണ്. അപ്പൊ യേശു ആ ചെയ്ത് ഒരല്പം കടുങ്കയായി പോയില്ല എന്നുള്ളത്. കാരണം ഇത്രയും കാലം അവൻ സൗഖ്യമായെന്നുള്ളത് സത്യം. സൗഖ്യമായെങ്കിലും ആ കട്ടിൽ അവനെ കൊണ്ട് എടുപ്പിക്കാൻ കർത്താവ് തുനിഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് ന്യായമായ ചോദ്യമല്ലേ അത്? നമ്മളൊക്കെ ചോദിച്ചു. കർത്താവ് അവനോട് പറയാം, നീ കിടക്ക എടുത്ത്, അതിന്റെ നാളെ അർത്ഥം പറയാം, വീട്ടിൽ ചെന്ന് തറയെ കിടക്കണ്ടെങ്കിൽ നിന്റെ കട്ടിൽ നീ കൊണ്ടുപോകും. ഇനി കർത്താവ് എന്താ അങ്ങനെ പ്രതികരിച്ചെന്നറിയോ? നമ്മൾ ചിന്തിച്ചു വന്ന ആശയത്തിന്റെ മർമ്മം അവിടെ കിടക്കുന്നത്. കർത്താവ് അങ്ങനെ പറയാൻ കാര്യം, ഇങ്ങോട്ട് യേശു ഇരിക്കുന്നിടത്തോട്ട് ഇവനെയും ഇവന്റെ കട്ടിലിനെയും ചുമന്നുകൊണ്ട് വന്ന 4 പേര് അവിടെ നിൽപ്പുണ്ട്. അവർ യേശു ഇരുന്നിടത്തോട്ട് വന്നത് ഭാരം ചുമന്ന. സത്യമാണേ, ഭാരം ചുമക്കുന്നവർ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തം പൂർണ്ണമാകണമെങ്കിൽ, ആ വാഗ്ദത്തത്തിന് ടേസ്റ്റ് വരണമെങ്കിൽ കട്ടിലിന്റെ കാല് പോലും ഇവര് തിരിച്ചു പിടിക്കരുത് തിരിച്ചു പോകുമ്പോ. അപ്പൊ ഇങ്ങോട്ട് ചുമന്നോണ്ട് വന്ന 4 പേർ അങ്ങോട്ട് എങ്ങനെ പോയി? കൈയും വീശി പോയി, ഫ്രീ ആയിട്ട് പോയി, ആശ്വാസത്തോടെ പോയി. മനസ്സിലായോ? കർത്താവ് ആരാ? അവൻ ഇരിക്കുന്നിടത്തോട്ട് ഭാരവുമായി വരുന്നവരെ തിരിച്ചവൻ ഭാരവുമായി അയക്കുന്നവരല്ല, അവൻ ആശ്വാസത്തോടെ അയക്കുന്നവരാണ്. ഇനി വേറൊരു ചോദ്യം ചിന്തിച്ചവരുടെ മനസ്സിൽ വന്നു കാണും. ചിന്തിച്ചെങ്കിൽ വന്ന് കാണുമായിരിക്കാം, വന്ന് കാണണം. എന്താ ചോദ്യം? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ ഈ രോഗി അന്നേരം കട്ടിലേ വന്നോട്ടല്ലേ പോകുന്നത്. ഈ രോഗി യേശുവിന്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ ഭാരം ചുമക്കുകയല്ലേ, അതിനെന്താ ന്യായീകരണം? അതിനെന്താ ന്യായീകരണം? അതിനും കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ദൂത് ഞാൻ പറയാം. ഈ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ അല്ലേ ഇവനെ ചുമന്നുകൊണ്ട് പോയത്. നാട്ടുകാർക്കെല്ലാം അറിയാം ഇവൻ പക്ഷപാതം പിടിച്ച് കിടപ്പായിരുന്നു എന്നുള്ളത്, ഇല്ലേ? ഇവന്റെ കട്ടിൽ തിരിച്ചു പോകുമ്പോ ഇവൻ എടുത്തോണ്ട് പോകുന്നതിൽ വലിയ ഒരു സാക്ഷ്യം, യേശുവിനെ കുറിച്ച് അതിൽ വലിയ ഒരു സാക്ഷ്യം, വേറെ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് സൗഖ്യമായാലും സൗഖ്യമായവരെ 3 പേര് പിടിച്ച കസേര പിന്നെ ഇരുത്തുന്നു. അതാ ഇന്നത്തെ സൗഖ്യത്തിന്റെ വ്യത്യാസം. അന്നൊക്കെ കർത്താവിന്റെ കാലത്ത് സൗഖ്യമായ കട്ടിൽ അവനെ എടുത്തോണ്ട് പോകും. ഇനി അതിനകത്ത് വേറൊരു മർമ്മം കൂടെ ഉണ്ട്. പക്ഷപാതമായിരുന്നല്ലോ ഇവന്റെ രോഗം, ഒരു വശം തളർന്നു പോയതല്ലേ. ഈ കട്ടിൽ ഇവൻ എടുക്കുമ്പോ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച്,
യേശു രോഗശാന്തി മാത്രമല്ല നൽകുന്നത്, രോഗശാന്തിയോടൊപ്പം അവൻ ആരോഗ്യം കൂടെ നൽകുന്നവനാണെന്ന് ആ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ്. Praise the Lord. ഇത്ര നല്ല ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇത്ര ഒരു നല്ല കർത്താവാണ് നമ്മുടെ രക്ഷകൻ. അവൻ ആരുടെ മേലും ഭാരം കെട്ടിവെക്കുന്നവനല്ല, അവൻ ഭാരം മാറ്റുന്നവനാണ്. അവൻ ആശ്വാസം നൽകുന്ന കർത്താവാണ്, സമാധാനം നൽകുന്ന കർത്താവാണ്, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന കർത്താവാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കിക്കാം. ഇന്ന് രാത്രി ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, പലരുടെയും ഉള്ളിലെ ഭാരങ്ങളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, നിങ്ങൾ കൊണ്ടുവന്ന ഭാരവുമായി മടങ്ങരുത്. നിങ്ങളുടെ ഭാരം യഹോവയിങ്കൽ വെക്കുക, നിങ്ങളുടെ ഭാരം കർത്താവിന്റെ കാൽക്കൽ വെക്കുക. കയ്യും വീശി സ്വസ്ഥമായ ഹൃദയത്തോടെ സമാധാനമുള്ള മനസ്സോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ ദൈവാത്മാവ് പറയുകയാണ്. എല്ലാവരും ഒരു അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഭാരം മാറ്റുന്ന, ഭാരം മാറ്റുന്ന, ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരം ഇതിനകത്തൊന്ന് ചലിക്കട്ടെ. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരും ആശ്വാസത്തോടെ, അനുഗ്രഹത്തോടെ, ബലത്തോടെ ഇന്ന് രാത്രി മടങ്ങട്ടെ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ യേശു കർത്താവേ നല്ലവേ